മുസന്നയെയോ ജമ്മു മുദക്കർ സാലിമിനെയോ മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യുമ്പോ ഇളാഫത്ത് ചെയ്യുമ്പോ ഏത് പോണം? അതിന്റെ അവസാനത്തിലുള്ള നൂന് പോകണം. മർഫു ആണെങ്കിലും പോകണം, മൻസൂബാണെങ്കിലും പോകണം, മജ്റൂറാണെങ്കിലും പോകണം. മുസന്നി ജമ്മു ആണ്, നൂന് പോകണം. അതിൽ പെട്ടതാണ് ഏത്? തബ്ബത്ത് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്. കേട്ടോ, യദാനി എന്നാണ് അവിടെ മുസന്നയാണ്. പക്ഷെ ആ യദാ എന്നുള്ള മുസന്നനെ എവിടേക്ക് ഇളാഫത്ത് ചെയ്തു? അബി എന്നതിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോ ഏത് പോയതാണ്? നൂന് പോയി. പോയതാണ്. അതതിന്റെ നിയമാണ്. അന്നുഅ്മാനു. അടുത്തത് നുഅ്മാൻ പറയാണ്. അൽ ജവ്വു ഹാറുൻ യാ ഉസ്താദു. ഉസ്താദേ, കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. അൽ ജവ്വു അന്തരീക്ഷം, കാലാവസ്ഥ. ഹാറുൻ ചൂടാണ്. യാ ഉസ്താദു ഉസ്താദേ. അപ്പൊ ഉസ്താദ് പറയാണ് അൽ മുദരിസു. അപ്പൊ ഉസ്താദ് പറയാണ് ഇഫ്തഅ് തൈനികൻ നാഫിദതൈനി യാ മാജിദു. മാജിദേ, ആ രണ്ട് ജനലുകളെ നീ തുറന്നളാ. ആ രണ്ട് ജനലുകളെ നീ എന്ത് ചെയ്തതാ? ഇഫ്തഹ്, നീ തുറക്ക്. തൈനിക അന്നാഫിദതൈനി, ആ രണ്ട് ജനലുകളെ. എന്താർത്ഥ? ആ രണ്ട് ജനലുകളെ. ആ രണ്ട് ജനലുകളെ അവിടെ നിങ്ങൾ കണ്ടോ? തൈനിക നിങ്ങള് കണ്ടു സാർ. തൈനിക എന്നുള്ളത് തിൽക എന്നുള്ളതിന്റെ ഡുവല. താനിക തൈനിക, അത് എന്നാണ് അർത്ഥം. തിൽക എന്നുള്ളതിന്റെ ഡുവലാണേത്? താനിക തൈനിക. താനിക എന്നുള്ളത് എപ്പോഴാ പറയാ? താനിക എന്നുള്ളത് എപ്പോഴാ പറയാ? മുഅന്നസായിരുന്നു. അടുത്ത മൻസൂബ മജ്റൂറോ? മർഫൂ. മർഫൂ. ഇവിടെ തൈനിക എന്നാണ്, മൻസൂബാണ്. എന്തുകൊണ്ടാ മൻസൂബായത്? എന്തുകൊണ്ടാ തൈനിക എന്നാണ് മൻസൂബായത്? ഇഫ്താന്റെ മഫൂല്. മഫൂലാണ്. അപ്പൊ തൈനിക മഫൂലുൻ മൻസൂബുൻ ബിൽ യാഇ. അന്നാഫിദതൈനി, ആ രണ്ട് ജനലുകളെ. നാഫിദതൈനി എന്തേക്കാരം? മഫൂലുൻ സാനി. അല്ല, എന്താ? മുളാഫ്. തൈനികൻ നാഫിദതൈനി, ആ രണ്ട് ജനലുകളെ. ബദൽ സോറി. ബദലാണ്. തൈനിക എന്നതിൽ നിന്ന് ബദലാണ് നാഫിദതൈനി. ഇഖ്റഇദ് ദർസ യാ ഹിശാമു. ഹിശാമേ, നീ എന്താക്ക്? പാഠം വായിക്ക്. ഇഖ്റ, നീ വായിക്ക്. അദ്ദർസ, പാഠം. യാ ഹിശാമു, ഹിശാമേ. അപ്പൊ ഹിശാമു വായിക്കാണ്. അന്നായിഷത റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഖാല, പ്രവാചകൻ പറഞ്ഞു, റകഅതാ അൽ ഫജ്രി, പ്രഭാതത്തിലുള്ള രണ്ട് റകഅത്ത്, ഖൈറും മിനദ് ദുനിയ, അത് ദുനിയാവിനേക്കാൾ ഏറ്റവും ഖൈറാണ്. വമാ ഫീഹാ, അതിലുള്ള സർവ വസ്തുക്കളെക്കാളും എന്താണ്? ഖൈറാണ്. സുബൈന്റെ മുമ്പ് രണ്ട് റകഅത്തില്ലേ?
സുബൈന്റെ മുമ്പുള്ള 2 റക്അത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്ത് അത് എന്തിനേക്കാൾ ഹൈറാണ്? ദുനിയാവിനെക്കാളും ദുനിയാവിലുള്ള സർവ വസ്തുക്കളെക്കാളും ഹൈറാണ്. നമ്മളെ വിഷയം എവിടെ അറിയങ്ങള്? റക്അത്താനി എന്നുണ്ടാവും. ആ റക്അത്താനി എന്നുള്ള മുസന്നയെ എവിടേക്ക് ഇളാഫത്ത് ചെയ്തു? അൽ ഫജ്റിലേക്ക് എന്ത് ചെയ്തു? ഇളാഫത്ത് ചെയ്തപ്പോ ഏത് പോയി? നൂന് പോയി. അതാ റക്അത്ത അൽ ഫജ്രി, പ്രഭാതത്തിലുള്ള 2 റക്അത്ത്. ഖൈറും മിനദ് ദുനിയ, അത് ദുനിയാവിനേക്കാൾ ഖൈറാണ്. വമാ ഫീഹാ, ദുനിയാവിലുള്ളതിനേക്കാളും ഖൈറാണ്. റവാഹു മുസ്ലിമുൻ വത്തിർമദിയു. ആരൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കണേ? മുസ്ലിമും തിർമദിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മുദരിസ പറഞ്ഞു കൊടുക്കാണേ. അൽ മുദരിസു, അധ്യാപകൻ പറയാ, ഇന്ന നൂനൽ മുസന്ന, തീർച്ചയായിട്ടും മുസന്നയുടെ നൂന്, തുഹ്ദഫു, ആ നൂനിനെ കളയപ്പെടും, ഇൻദൽ ഇളാഫത്തി, ഇളാഫത്തിന്റെ സമയത്ത്. ഇളാഫത്തിന്റെ സമയത്ത് എന്തിനെ കളയപ്പെടും? മുസന്നയുടെ നൂനിനെ കളയപ്പെടും. അപ്പൊ റക്അത്ത എന്നുള്ളത് അസ്ലുഹു റക്അത്താനി, അതിന്റെ അസ്ൽ ഏതാണ്? റക്അത്താനി എന്നാ. എന്നിട്ട് ആ റക്അത്താനിനെ എവിടേക്ക് ഇളാഫത്ത് ചെയ്തു? ഫജ്റിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോ ഏത് പോയതാണ്? നൂന് പോയി. അതാ ഇന്ന നൂനൽ മുസന്ന, തീർച്ചയായിട്ടും മുസന്നയുടെ നൂന്, തുഹ്ദഫു, അതിനെ കളയപ്പെടും, ഇൻദൽ ഇളാഫത്തി, ഇളാഫത്തിന്റെ സമയത്ത്. എന്താ തർക്കീബ്? ഇന്നർഫ് നൂന ഇസ്മു ഇന്ന പ്ലസ് മുദാഫ് അൽ മുസന്ന മുദാഫുൻ ഇലൈഹി. മുദാഫിലേക്ക് എവിടെ ജർ? മക്സൂറ. തുഹ്ദഫു, അതിനെ കളയപ്പെടും, കളയപ്പെടും. ഫീലുൽ ഇസ്മ ഫായില്, പിന്നെ നായിബ് ഫായിൽ ളമീർ ളമീർ നായിബ് ഫായില് എന്ന് പറഞ്ഞാൽ നായിബ് ഫായിൽ അതിന്റെ ഉള്ളിലുണ്ട്. ഇതാ പറയണേ, വകദാലിക, ഇതേ പ്രകാരം, തുഹ്ദഫു, കളയപ്പെടും, നൂനു ജമ്മിൽ മുദക്കരി സാലിമി, ഏതിനും കളയപ്പെടും? മുദക്കർ സാലിമിന്റെ നൂനിനെയും കളയപ്പെടും. അതാ വകദാലിക, ഇതേ പ്രകാരം, തുഹ്ദഫു, കളയപ്പെടും, നൂനു ജമ്മിൽ മുദക്കരി സാലിമി, ജമ്മു മുദക്കർ സാലിമിന്റെ നൂനിനെയും കളയപ്പെടും. തഖൂലു, അപ്പോൾ നീ പറയും, അൽ മുസ്ലിമുൽ യാബാനി, ജപ്പാനിലുള്ള മുസ്ലിങ്ങൾ. അൽ മുസ്ലിമു അൽ യാബാനി, ജപ്പാനിലുള്ള മുസ്ലിങ്ങൾ. അവിടെ ഇപ്പൊ എന്താ പ്രശ്നം? അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? മുസ്ലിമൂനൽ യാബാനി, മുസ്ലിമൂന എന്നുണ്ടായിരുന്നു. ആ മുസ്ലിമൂന എന്നുള്ളത് ജമ്മു മുദക്കർ സാലിമിനെ എവിടേക്ക് ഇളാഫത്ത് ചെയ്തു? ജപ്പാനിലെ അൽ യാബാനി എന്നതിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോ ഏത് പോയി? നൂന് പോയി, കളയപ്പെട്ടു. അതിന് ഖുർആനിൽ ഒരു ഉദാഹരണം പറയണേ. ഖാല തആല, അല്ലാഹു പറഞ്ഞു, ഫീ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ ബഖറയിലെ 133-ാമത്തെ ആയത്ത്. അം കുന്തും, നിങ്ങളായിരുന്നു, ശുഹദാ, നിങ്ങൾ ഹാജറുണ്ടായിരുന്നു, എപ്പോ? ഇത് ഹലറ യഅഖൂബ, യഅഖൂബ് നബിക്ക് ഹാജറായ സമയത്ത്, അൽ മൗതു, ആരെ? യഅഖൂബ് നബിക്ക് ഹാജറായി? മരണം ഹാജറായ സമയത്ത്. ഇത് കാല, അദ്ദേഹം പറഞ്ഞു, ആരോട്? ബനീഹി, അദ്ദേഹത്തിന്റെ മക്കളോട് അദ്ദേഹം പറഞ്ഞു, മാ തഅബുദൂന, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക, മിൻ ബഅദി, എനിക്ക് ശേഷം,
ആരു അവര് പറഞ്ഞു, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കും, ഇലാഹക നിന്റെ ഇലാഹിനെ, വ ഇലാഹ ആബായിക നിന്റെ പിതാക്കന്മാരുടെ ഇലാഹിനെയും ഞാൻ ആരാധിക്കും, അഥവാ ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്ഹാഖ്. ആരുടെ ഇലാഹുകളെ? ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ. ഇലാഹം വാഹിദ, അഥവാ ഒരൊറ്റ ഇലാഹിനാണ് ഞങ്ങൾ ആരാധിക്കുക. വനഹ്നു ഞങ്ങൾ ലഹു അല്ലാഹുവിന് മുസ്ലിമൂൻ കീഴൊതുങ്ങിയവരാണ്. അവിടെ നമ്മളെ ചർച്ച എവിടെ? ഞങ്ങളൊന്ന് നോക്കി പറഞ്ഞതാണ്. എവിടെയാണ് അവിടെ? അവിടെ എവിടെ ജമ്മു മുദക്കർ സാലിമ്? ഇത് ഖാല ലിബ്നിഹി അല്ല ഇത് ഖാല ലിബ്നിഹി എന്നല്ല, ലിബനീഹി എന്നാ. ലിബ്നിഹി സോറി. അവിടെ ബനീന എന്നുണ്ട്. ബനൂന, ബനീന. ജമ്മു മുദക്കർ സാലിമ ബനൂന, ബനീന, പിന്നെ ബനീന. ബനീന രാമു വന്നപ്പോ ലിബനീഹി. അപ്പൊ ബനീന പ്ലസ് ഹി എന്നാ ഉണ്ടാകുക. ഏതാ ജമ്മു മുദക്കർ സാലിമേ? ഏതാ ജമ്മു മുദക്കർ സാലിമേ? ബനൂന, ബനൂൻ. ഇവിടെ ബനീന എന്നാണ് മജ്റൂറായതുകൊണ്ട്. ബനീന മജ്റൂറായതുകൊണ്ട്. ആ ബനീന എന്നുള്ളതിനെ എവിടേക്ക് ഇളാഫത്ത് ചെയ്തു? ഈ എന്ന് പറയുന്ന ദമീറിലേക്ക് എന്ത് ചെയ്തു? ഇളാഫത്ത് ചെയ്തു. ഇളാഫത്ത് ചെയ്തപ്പോ ഏത് പോയി? ലാസ്റ്റിലെ നൂന് പോയി. ലാസ്റ്റിലെ ജമ്മു മുദക്കർ സാലിമിന്റെ ഏത് പോയി? നൂന് പോയി. ലിബനീഹി. അവിടെ എങ്ങനെ ഉണ്ടാകുക? ലിബനീന പ്ലസ് ഹി എന്നാ ഉണ്ടാകുക. ആ ബനീന എന്നുള്ള ജമ്മു മുദക്കർ സാലിമിനെ ഈ എന്ന് പറയുന്ന ലമീറിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോ ഏത് പോയതാണ്? നൂന് പോയതാണ്. അതാ പറയണേ. അതേപോലെ അള്ളാഹുവിന്റെ വാക്ക്, അള്ളാന്റെ വാക്ക്, ലിബനീഹി, ബനീഹി എന്നുള്ള വാക്ക്, ഐലി അബിനാഇഹി, അതായത് ബനീന് എന്തിന്റെ അർത്ഥാണ്? അബിനായിന്റെ അർത്ഥ. ഇബിന് അബിനാ എന്താണ്? മക്കള്. എന്നിട്ട് ഇതാ പറയണേ, അൽ ഇബിനു, ഇബിനി എന്നുള്ള പദം, ലഹു അതിനുണ്ട് ജംആനി. ഇബിന് എന്നുള്ള പദത്തിന് എത്ര ബഹുവചനുണ്ട്? രണ്ട് ബഹുവചനുണ്ട്. ഒന്ന് ബനൂന, മറ്റൊന്ന് അബിനാ. രണ്ടും ആരുടെ ബഹുവചനാണ്? ഇബിനിന്റെ ബഹുവചന. അൽ ഇബിനു, ഇബിനി എന്നത്, ലഹു അതിനുണ്ട് ജംആനി. എത്ര? രണ്ട് ജം. ഒന്ന് ബനൂന, മറ്റൊന്ന് അബിനാ. ഇവിടെ ഏതാ വന്നിക്കണത്? അബിനാ അല്ല, പിന്നെ ഏതാ? ബനൂന എന്നാ വന്നിക്കണത്. പക്ഷെ മജ്റൂർ ആയതുകൊണ്ട് ബനീന. മർഫൂ ആണെങ്കിൽ എങ്ങനെ പറയും? ബനൂന. അപ്പൊ ഇവിടെ ജമ്മു മുദക്കർ സാലിമിനെ ഈ എന്ന് പറയുന്ന ലമീറിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോ ഏത് പോയതാണ്? നൂന് പോയതാണ്. ലിബനീഹി എന്ന് പറഞ്ഞാൽ ഐ ലി അബിനാഇഹി, അദ്ദേഹത്തിന്റെ മക്കളോട്. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാ അല്ലിബിനു, ഇബിനി എന്നത്, ലഹുവ ഇബിനുണ്ട്, ജംആനി രണ്ട് ജമ്മുണ്ട്, ബനൂന ഒന്ന് ബനൂനയാണ്, വ അബിനാഉൻ രണ്ടാമത്തത് അബിനാഉമാണ്. അഫഹിംതും, നിങ്ങൾക്ക് മനസ്സിലായോ? അഫഹിംതും, നിങ്ങൾക്ക് മനസ്സിലായോ? നഅം ഫഹിംനാ. അതാ തുല്ലാബു, വിദ്യാർത്ഥികൾ പറയാണ്, നഅം അതെ, ഫഹിംനാ ഞങ്ങൾ മനസ്സിലാക്കി, ജയ്യിദൻ നല്ല നിലക്ക് മനസ്സിലാക്കി. അതേപോലെ ബനൂ ഇസ്രായേല എപ്പോഴും കേൾക്കണം. അതാ ഏത്? ബനൂ ഇസ്രായേൽ ആണ്. അവിടെ എങ്ങനെയുള്ളത്? ബനൂന പ്ലസ് ഇസ്രായേലാന്നാ. എന്നിട്ട് ആ ബനൂന എന്നതിനെ എവിടേക്ക് ഇളാഫത്ത് ചെയ്തു? ഇസ്രായേലിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോ ഏത് പോയതാ? നൂന് പോയതാ.
യാ ബനി ഇസ്രായീല. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? യാ ബനു യാ ബനീന ബനി ഇസ്രായീൽ. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? യാ ബനീന ഇസ്രായേൽ. ആ ബനീന ഇസ്രായേലാന്നുണ്ടായിരുന്നു. അവിടെ മൻസൂബായതുകൊണ്ടാ ബനീന എന്നത്. മൻസൂബൊക്കെ മറക്കുവാണെങ്കിൽ എങ്ങനെ പറയണം? ബനൂന. അപ്പൊ ബനീന എന്നുണ്ടായിരുന്നു. ആ ബനി എന്നതിനെ ഇസ്രായേലിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോ എന്ത് പോയതാണ്? ബനീന എന്നുള്ളവർക്കുള്ള നൂന് പോയത്. അങ്ങനെയാണ് യാ ബനി ഇസ്രായേല. ബനു ഇസ്രായേൽ എന്ന് പറയുമ്പോഴോ ബനൂനയാണ്. അപ്പൊ ബനൂനിന്ന് ഏത് പോയതാണ്? നൂന് പോയി. നൂന് പോയതാണ്. എന്താ? അൽ ഇബിനു, ഇബിന്, ലഹു, ഇബിനുണ്ട്, ജംആനി, രണ്ട് ജമ്മ്. എന്താ തർക്കീബ്? അൽ ഇബിനു മുബ്തദ, മുബ്തദ. ലഹു അതിനുണ്ട്, ജാർ മജ്റൂർ ഖബർ. പിന്നെ ജംആനി രണ്ട് ജമ്മുണ്ട്. അപ്പൊ എങ്ങനെ തർക്കീബ് പറയാ? ലഹു പറഞ്ഞതിൽ എന്തൊക്കെ ഉണ്ട്? അൽ ഇബ്നു മുബ്തദ, ലഹു ജാർ മജ്റൂർ, ഖബർ, ഖബർ. എത്ര സ്ഥലത്ത് വന്നിക്കണതൊക്കെ അറിയും. തൊള്ളൊളിച്ച് അങ്ങനെ ഇരിക്കണതാ. ആർക്കും പറയാൻ വയ്യേ? അൽ ഇബ്നു മുബ്തദ, ലഹു ജാർ മജ്റൂർ, ഖബർ മുഖദ്ദാണോ? ഖബർ മുഖദ്ദം, ജംആനി മുബ്തദ മുഅഖർ. എന്നിട്ട് ആ രണ്ടാമത്തെ ഖബറും മുബ്തദയും കൂടിയതാണ് ആരെ ഖബർ? ഇബ്നുന്റെ ഖബർ. ജംആനി മുബ്തദക്ക് അവിടെ റഫഅ മർഫൂഉൻ ബിൽ അൽഫി. ഓക്കേ. അൽ മുദരിസു അധ്യാപകൻ പറയാം. യാ ഹാമിദു, ഹാമിദേ, ഹാത്തി നീ കൊണ്ടുവാ. ആയത്തൻ എന്തിനെ കൊണ്ടുവാ? ആയത്ത് ദൃഷ്ടാന്തം. എന്തിനെ കൊണ്ടുവാ? ഒരു ആയത്തിനെ കൊണ്ടുവാ. എങ്ങനത്തെ ആയത്ത്? തഹ്വി, ആ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. മുസന്നൻ എന്തിനെ ഉൾക്കൊള്ളുന്നുണ്ട്? മുസന്നയെ ഉൾക്കൊള്ളുന്നുണ്ട്. എങ്ങനത്തെ മുസന്ന? ഹുദിഫത്ത് നൂനുഹു. എങ്ങനത്തെ മുസന്ന? അതിന്റെ നൂനിന് എന്ത് ചെയ്തിട്ടുണ്ട്? കളയാട്ടുണ്ട്. എന്തിനു വേണ്ടി? ഇലാഫത്തി. എന്തിനു വേണ്ടിയിട്ട്? ഇലാഫത്തിന് വേണ്ടി. അപ്പൊ ഇലാഫത്തിന് വേണ്ടി നൂനിനെ കളയപ്പെട്ട മുസന്ന ഉൾക്കൊള്ളുന്ന ഒരായത്തിനെ നീ എന്താക്ക്? കൊണ്ടുവാ. ആത്തി നീ കൊണ്ടുവാ. ആയത്തൻ എന്തിനെ കൊണ്ടുവാ? ഒരായത്ത്. ആയത്തെന്നുള്ളതിന്റെ തർക്കീബ് എന്താ? മഫ്ഊല്. ഹാത്തിന്റെ ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ. ഹാത്തി ഏത് ഉപയോഗമല്ല? അമ്ര മാത്രമേ ഉള്ളൂ. അമ്ര മാത്രമേ ഉപയോഗമുള്ളൂ. മാലി മുലാരി എന്നോ ഇല്ല, ഉപയോഗമല്ല. ആയത്തിനെ കൊണ്ടുപോയി. എങ്ങനത്തെ ആയത്ത്? തഹ്വി, ആ ആയത്ത് ഉൾക്കൊള്ളുന്നു. ഹവാ, യഹ്വി, തഹ്വി. കണ്ടേ? എന്തിനെ ഉൾക്കൊള്ളുന്നുണ്ട്? മുസന്നൻ, മുസന്നയെ. അതാണ് എന്ത്? തഹ്വിന്റെ മഫ്ഊല്. തഹ്വിന്റെ മഫ്ഊല്. എങ്ങനത്തെ മുസന്ന? ഹുദിഫത്ത് നൂനുഹു, അതിന്റെ നൂനിനെ കളയപ്പെട്ടിട്ടുണ്ട്. ഹുദിഫത്ത് മജ്ഹൂൽ ഫീൽ ലമ്മ യുസ്മ ഫാഇൽ. നൂനു നായിബ് ഫാഇൽ പ്ലസ് മുദാഫ് മുദാഫൻ ഇലൈഹി. ഹാമിദ്. അപ്പൊ ഹാമിദ് ആണ്. ഖാല തആല, അല്ലാഹു പറഞ്ഞു,
ലിമൂസ അലൈഹിസ്സലാം. ആരോട്? മൂസ മൂസാ നബി അലൈഹിസ്സലാമിനോട്. എന്താ അലൈഹിസ്സലാം എന്നതിന്റെ തർക്കീബ്? ജാറ് മജ്റൂർ ആ ജാർ മജ്റൂർ. എന്താ അലൈഹിസ്സലാം എന്നതിന്റെ അർത്ഥം? അദ്ദേഹത്തിന് അള്ളാന്റെ ഏതുണ്ടാകട്ടെ, സമാധാനം സമാധാനം ഉണ്ടാകട്ടെ. ഉണ്ടാകട്ടെ. അപ്പൊ എന്താ തർക്കീബ്? അലൈഹി ജാറ് മജ്റൂർ ഖബർ മുഖദ്ദം മുബ്തദ മുഅഖർ. മുഖദ്ദം, അസ്സലാമു മുബ്തദ മുഅഖർ. മുബ്തദ മുഅഖർ. ഇന്നി അന റബ്ബുക ഫഖ്ലഅ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ഇന്നി തീർച്ചയായിട്ടും ഞാൻ, അന റബ്ബുക ഞാൻ നിന്റെ റബ്ബാണ്. അതുകൊണ്ട് ഫഖ്ലഅ നീ ഊരിവെക്ക്, നഅലൈക നീ നിന്റെ രണ്ട് ചെരുപ്പുകളെ നീ ഊരിവെക്ക്. എന്തുകൊണ്ട്? ഇന്നക തീർച്ചയായിട്ടും നീ, ഫിൽ വാദിൽ മുഖദ്ദസി പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിലാണ്. അഥവാ തുവാ ഏത് താഴ്വരയിലാണ്? തുവാ താഴ്വരയിലാണ്. ഇന്നി തീർച്ചയായിട്ടും ഞാൻ, അന ഞാൻ, റബ്ബുക നിന്റെ റബ്ബാണ്. അതുകൊണ്ട് എന്താ എന്താക്കെ? ഊരിവെക്ക്. നിന്റെ രണ്ട് ചെരുപ്പിനെ. ഇന്നക തീർച്ചയായിട്ടും നീ, ബിൽ വാദിൽ മുഖദ്ദസി പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിലാണ്. തുവാ തുവാ താഴ്വരയിലാണ്. എവിടെ? അവിടെ മുത്തന്ന നഅലൈക. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? നഅലൈനിക. നഅലൈനിക്കാന്നുണ്ടായിരുന്നു. നഅലൈനി എന്ന മുസന്നനെ എവിടേക്ക് ഇളാഫത്ത് ചെയ്തു? കാന്ന ലമീറിലേക്ക്. കാന്ന ലമീറിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോ ചെയ്തതാണ് നൂന് പോയി. നൂന് പോയി. ഒന്ന് തർക്കീബ് പറഞ്ഞാട്ടെ. ഇന്നി തീർച്ചയായിട്ടും ഞാൻ, അന ഞാൻ, റബ്ബുക നിന്റെ റബ്ബാണ്. ഇന്നറപ്പേ തഅക്കീദ്. യാ ഇസ്മു ഇന്ന. യാ മുതകല്ലിം ഇസ്മു ഇന്ന. അന ഞാൻ തന്നെ തഅക്കീദാണ്. റബ്ബുക ഞാൻ നിന്റെ റബ്ബാണ്. റബ്ബു ഇസ്മു നിന്റെ തഅക്കീദല്ലേ വരാ? അല്ല ഇസ്മു അല്ലേ വരാ? അനക്കെന്ത് ഇസ്മായി? ഇവിടെ വരാനുള്ളത് എന്താ? ഖബർ. ഇവിടെ വരാനുള്ളത് എന്താ? ഖബർ. ഇന്നി എന്ന് പറയുന്നതിന്റെ ഖബറാണേത്? റബ്ബു പ്ലസ് മുദാഫ്. മുദാഫ് കാ മുദാഫിലൈഹി. ഫഖ്ലഅ നീ ഊരിവെക്ക്. എന്തൊക്കെയുണ്ട്? ഫീല് ഫായില്. ഫീല് ഫായില്. നഅലൈക നിന്റെ രണ്ട് ചെരുപ്പുകളെ. നഅലൈ മഫ്ഊല് ബി പ്ലസ് മുദാഫ്. മുദാഫ് മൻസൂബ് ബിൽ യാ. മൻസൂബ് ബിൽ യാ. കാ മുദാഫൻ ഇലൈഹി. മുദാഫൻ ഇലൈഹി. ഇന്നക തീർച്ചയായിട്ടും നീ, ബിൽ വാദി ഒരു താഴ്വരയിലാണ്. എങ്ങനത്തെ താഴ്വര? അൽ മുഖദ്ദസി പരിശുദ്ധമാക്കപ്പെട്ട. ഇന്നർപ്പ് തഅക്കീദ്. കാ ഇസ്മു ഇന്ന. പിന്നെ ബിൽ വാദി താഴ്വരയിലാണ്. ജാർ മജ്റൂർ ഖബർ ഇന്ന. മജ്റൂർ ഖബർ ഇന്ന. അൽ മുഖദ്ദസി നഅത്ത്. തുവാ ബദൽ. അൽ മുദരിസു അപ്പൊ അധ്യാപകൻ പറയാ അഹ്സൻത എടാ നീ നല്ലത് ചെയ്തുട്ടോ. യാ ഹാരിസു ഹാരിസേ ആത്തി നീ കൊണ്ടുവാ. മിസാലൻ എന്തിനെ കൊണ്ടുവാ? ഉദാഹരണം. ഒരു ഉദാഹരണം. മിനൽ ഹദീദി നബവി ഷരീഫി മാന്യമായ പ്രവാചകന്റെ ഹദീസിൽ നിന്ന് ഒരു ഉദാഹരണം കൊണ്ടുവരണം. എന്തിനാ ഉദാഹരണം കൊണ്ടുവരേണ്ടത്? മുസന്നയിൽ നിന്ന് ഇതിനെ കളഞ്ഞതിനെ, നൂനിനെ കളഞ്ഞു. നൂനെ കളഞ്ഞതിനെ. അൽ ഹാരിസു അപ്പൊ ഹാരിസ് ഹദീസ് പറയാണ്.
ഖൗലു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ വാക്കാണ്. ആരോടിരി ആയിഷത്ത, ആരോട്? ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയോടുള്ള പ്രവാചകന്റെ വാക്ക്. എന്താ പ്രവാചകൻ പറഞ്ഞത്? യാ ആയിഷത്തു, അല്ലയോ ആയിഷ, ഇന്ന ഐനയ്യ, തീർച്ചയായിട്ടും എന്റെ രണ്ട് കണ്ണുകൾ, തനാമാനി, ആ രണ്ട് കണ്ണുകൾ ഉറങ്ങും, പക്ഷേ വലായനാമു ഖൽബി, എന്താർത്ഥം? എന്റെ കൽബ് ഉറങ്ങുന്നില്ല. എന്റെ കൽബ് ഉറങ്ങൂല. ഏതുറങ്ങുള്ളൂ? കണ്ണുകളെ ഉറങ്ങും. കണ്ണുകളെ ഉറങ്ങുക. ഇന്ന ഐനയ്യ, തീർച്ചയായിട്ടും എന്റെ രണ്ട് കണ്ണുകൾ, തനാമാനി, ആ രണ്ട് കണ്ണുകൾ ഉറങ്ങും. നമ്മളെ ചർച്ച എവിടെ? അവിടെ എങ്ങനെ ഉണ്ടായിനി? ഐനൈനി പ്ലസ് എങ്ങനെ ഉണ്ടാവുക? ഐനൈനി പ്ലസ് യാ. എന്നിട്ട് ഐനൈനി അറിയുന്ന എവിടേക്ക് ലാഭത്ത് ചെയ്തോ? യാ മുതക്കല്ലിമിലേക്ക്. യാ മുതക്കല്ലിമിലേക്ക് ലാഭത്ത് ചെയ്തപ്പോ ഏത് പോയി? നൂന് പോയി. നൂന് പോയി. പിന്നെ അവിടെ എന്താ ഉള്ളത്? ഐനൈ യാ, രണ്ട് യാ ഉണ്ട്. എന്ത് കാട്ടി? രണ്ടും പാടെ ഒന്നിൽ ലയിപ്പിച്ചു. ഒരു യായിനെ മറ്റേ യായിൽ എന്ത് ചെയ്തു? ലയിപ്പിച്ചു. അങ്ങനെയാണ് അത് എന്തായത്? അപ്പൊ കെട്ടയക്കുമ്പോ എങ്ങനെ ഉണ്ടാകും? ഐനൈനി പ്ലസ് യാ. ഐനൈനി എന്നുള്ളതിനെ യാഹ് മുത്തക്കല്ലിമിലേക്ക് എന്ത് ചെയ്തു? ഇലാഫത്ത് ചെയ്തപ്പോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഐനൈനി എന്നുള്ളതിനെ യാഹുൽ മുത്തക്കല്ലിമിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോ ഐനൈനിയിൽ നിന്ന് ഏത് പോയി? നൂന് പോയി. ഇനി അവിടെ എന്താ ഉള്ളത്? ഐനൈ പ്ലസ് യാ. ഐനൈനി അതിനടുത്തുള്ള യാവുണ്ട്. പിന്നെ ഏത് യാവുണ്ട്? യാ മുത്തക്കല്ലിമിന്റെ. അങ്ങനെ ഒരു യായിനെ മറ്റേ യായിൽ എന്ത് ചെയ്തൊക്കെയാണ്? ഏത്? ഐനൈ അതിനടുത്തുള്ള യായില്ലേ, ആ യായിനെ ഏത് ലയിപ്പിച്ചു? യാവുൽ മുത്തക്കല്ലിമിനെ ലയിപ്പിച്ചു. അങ്ങനെയാണ് അത് എന്താകണത്? ഐനയ്യ. ഇന്ന ഐനയ്യ, തീർച്ചയായിട്ടും എന്റെ രണ്ട് കണ്ണ്. എന്താ തർക്കീബ്? ഇന്നർഫേ തഅക്കീദ്. ഐനയ്യ ഇസ്മു ഇന്ന പ്ലസ് മുളാഫ്. യാ മുതക്കല്ലിം മുളാഫിലൈഹി. എന്റെ രണ്ട് കണ്ണുകൾ, തനാമാനി, അത് രണ്ടും ഉറങ്ങും. നാമ യനാമു തനാമു, തനാമു തനാമാനി തനാമൂന. തനാമാനി അതിന് എന്തൊക്കെ ഉണ്ട്? ഫീലുണ്ട്, ഫായിലുണ്ട്. ഏതാണ് മാലി? നാമ. മുളാരി യനാമു. യനാമു യനാമാനി യനാമൂന, തനാമു തനാമാനി യനംന. തനാമു തനാമാനി തനാമൂന. പിന്നെ തനാമീന തനാമാനി തനാമു അനാമു നനാമു. നമ്മളുറങ്ങും. അപ്പൊ ഫീലുണ്ട്, ഫായിലുണ്ട്, ഖബറുമാണ്. വലാ യനാമു ഖൽബി, എന്റെ ഹൃദയം ഉറങ്ങുകയില്ല. യനാമുള്ളൊരു ഫീല് മാത്രമേ ഉള്ളൂ. ആരാ ഫായില്? ഖൽബ് പ്ലസ് മുളാഫ്. അൽ മുദരിസു അഹ്സൻത, അതാ അൽ മുറാഖിബു, അതാ വാർഡൻ വരുന്നു. മുറാഖിബിന്റെ അർത്ഥം എന്താണ്? മുറാഖിബ് പറഞ്ഞാൽ വാർഡൻ. വാർഡന്മാരുണ്ടാവൂലേ ഹോസ്റ്റലിലെ? അതിനാ മുറാഖിബ് പറയാ, വാർഡൻ. യത്തീംഖാനയിലൊക്കെ ഉണ്ടാവില്ല വാർഡൻ, കോളേജിൽ ഹോസ്റ്റലിലൊക്കെ നോക്കുന്ന ആള്. യദ്ഖുലു, ആ വാർഡൻ പ്രവേശിക്കുന്നു. വയുസല്ലിമു, അയാൾ എന്ത് പറയുന്നു? സലാം പറയുന്നു. സുമ്മ യഖൂലു, പിന്നീട് വാർഡൻ പറയുന്നു, അയ്യോ അൽ ഇഖ്വത്തു, അല്ലയോ സഹോദരന്മാരെ,
അയ്യു ദർസില്ലക്കും എന്താണ് നിങ്ങളുടെ പാഠം, ഫിൽ ഹിസ്സതൈനിൽ അഖീറതൈനി അവസാനത്തെ 2 പിരീഡിലുള്ള പാഠം എന്താണ് എന്നാൽ അവസാനത്തെ 2 പിരീഡിൽ നിങ്ങൾക്ക് എടുക്കാനുള്ള വിഷയം എന്താണ്? യഥാർത്ഥം അയ്യു അൽ ഇഖ്വതു അല്ലയോ സഹോദരന്മാരെ, അയ്യു ദർസില്ലക്കും ഏത് പാഠമാണ് നിങ്ങൾക്കുള്ളത്, ഫിൽ ഹിസ്സതൈനിൽ അഖീറതൈനി അവസാനത്തെ 2 പിരീഡിൽ. ഹിസ്സ പറഞ്ഞാ പിരീഡ്, ഹിസ്സതൈനി പറഞ്ഞാലോ 2 പിരീഡ്. അൽ അഖീറതൈനി അവസാനത്തെ 2 പിരീഡിൽ എന്താണ് നിങ്ങൾക്ക് പാടെടുക്കാനുള്ളത്? അപ്പൊ മാജിദ് പറയാണ് കിൽതാഹുമാ ആ 2 പിരീഡ് ലിൽ ഖുർആനിൽ കരീം ഏതിനുള്ള പിരീഡാണ്? ഖുർആനുള്ള പിരീഡാണ്. കിൽതാഹുമാ ആ 2 പിരീഡ് ലിൽ ഖുർആനിൽ കരീമി മാന്യമായ 2 പിരീഡ് ഖുർആനിനുള്ളതാണ്. അവിടെ കണ്ണങ്ങള് ഹിസ്സത്തൈനി അറിയുമ്പോ ആണാ പെണ്ണ? ഹിസ്സത്ത് അറിയുമ്പോ ആണാ പെണ്ണ? പെണ്ണ്. അതുകൊണ്ടാണ് ഇവിടെ ഏത് ഉപയോഗിച്ചത്? കിൽത്താ. ഇന്നലെ തുല്ലാബേനി, അപ്പൊ ഏതാ ഉപയോഗിച്ചത് അറിയോ? കില. അപ്പൊ ആണുങ്ങളാണെങ്കിൽ കില, പെണ്ണാണെങ്കിൽ കിൽത്ത. ഇത് രണ്ടും ഏതിനോട് ചേർക്കപ്പെട്ടതാണ്? ഏതിനോട് ചേർക്കപ്പെട്ടതാണ്? മുസന്നയോട് ഇഅ്റാബിൽ ചേർക്കപ്പെട്ടതാണ്. അപ്പൊ കിലാഹുമാ കിലൈഹിമാ കിൽതാഹുമാ കിൽതാഹുമാ കിൽതൈഹിമാ മർഫൂഉൻ ബിൽ അലിഫി മൻസൂബുൻ വ മജ്റൂറുൻ ബിൽ യായി. കിലാഹുമാ മർഫൂഉൻ ബിൽ അലിഫി കിലൈഹിമാ മൻസൂബുൻ വ മജ്റൂറുൻ ബിൽ യായി. കിൽതാഹുമാ കിൽതൈഹിമാ. ഇവിടെ കിൽതാഹുമാ മർഫൂഅ. കിൽതാഹുമാ ആ 2 പിരീഡ് ലിൽ ഖുർആനിൽ കരീമി മാന്യമായ ഖുർആനിനുള്ളതാണ്. അപ്പൊ നമ്മുടെ ചർച്ച എന്താ? ഹിസ്സത്തൈനി എന്നുള്ളത് പെണ്ണായപ്പോ എന്താ പറഞ്ഞത്? കിലാഹുമ എന്നല്ല പറഞ്ഞത്, പിന്നെ എങ്ങനെയാ പറഞ്ഞത്? കിൽതാഹുമ. ഇനി മൻസൂബ് മജ്റൂർ ആണെങ്കിൽ എങ്ങനെ പറയാ? കിൽതൈഹിമ. അപ്പൊ കിൽത്ത മുബ്തദ പ്ലസ് മുളാഫ് ഹുമാ മുളാഫുൻ ഇലൈഹി. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇതിന്റെ കൂടെ എപ്പോഴും മുസന്നന്റെ ലമീർ ഉണ്ടാവും. ഏതാ മുസന്നന്റെ ലമീർ? ആണിനായാലും അതന്നെയാണ്, പിന്നെ പെണ്ണിനായാലും അതന്നെയാണ്. അപ്പൊ അതിന് അർത്ഥമുള്ളൂ. കിൽതാഹുമ ആ 2 പിരീഡ് ലിൽ ഖുർആനിൽ കരീമി മാന്യമായ ഖുർആനിനുള്ളതാണ്. അത് ഹുമാ എന്ന് പറഞ്ഞാലും 2 പിരീഡ് തന്നെ, പക്ഷെ ആ പിരീഡ് കിൽതാഹുമ ആ 2 പിരീഡ് എന്നാ. കിലാഹുമ അവര് 2 പേരും മരീദുൻ രോഗിയാണെന്നാ. ഇനി നോക്കോളി. അപ്പൊ മുറാക്കിബു പറയാ, വാർഡൻ പറയാ മുദർരിസുൽ ഖുർആനിൽ കരീമി ഖുർആനിന്റെ അധ്യാപകർ ഫി ഇജ്തിമാഇൻ മീറ്റിംഗിലാണ് മഅൽ മുദീരി. ആരോടെ കൂടെ? മുദീറിന്റെ കൂടെ മീറ്റിംഗിലാണ്. ആര്? ഖുർആന്റെ അധ്യാപകര്. അതുകൊണ്ട് ഫയുംകിനുക്കും നിങ്ങൾക്ക് പറ്റും അൽ ഇൻസിറാഫു പിരിഞ്ഞു പോകുക ബഅദൽ ഹിസ്സത്തി താലിതത്തി എത്രാമത്തെ പീരീഡിന് ശേഷം? മൂന്നാമത്തെ പീരീഡിന് ശേഷം നിങ്ങൾക്കൊക്കെ എന്താക്കാം? വീട്ടിലേക്ക് തിരിഞ്ഞ് പോകാം. ഫയുംകിനുക്കും നിങ്ങൾക്ക് പറ്റും അൽ ഇൻസിറാഫു പിരിഞ്ഞു പോവുക. എവിടേക്ക് പിരിഞ്ഞു പോവുക? ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വീട്ടിലേക്ക് പോവുക. ബഅദൽ ഹിസ്സത്തി താലിതത്തി എത്രാമത്തെ പീരീഡിന് ശേഷം? മൂന്നാമത്തെ പീരീഡിന് ശേഷം. അപ്പൊ 4-5 പീരീഡ് ഖുർആനാണ്.
ഖുർആന്റെ അധ്യാപകരൊക്കെ ആരെ കൂടെ മീറ്റിംഗിലാ? മുദീറിന്റെ കൂടെ മീറ്റിംഗിലാണ്. അതാ മുദരിസു അൽ ഖുർആനിൽ കരീം, ഖുർആനിന്റെ അധ്യാപകർ. നമ്മളെ ചർച്ച ഇപ്പൊ എവിടെ അറിയോ? എവിടെ നമ്മളെ വിഷയം? എവിടെ? മുദരിസൂന. ആ മുദരിസൂന എന്നുള്ളതിനെ എവിടെ ഇലാഫത്ത് ചെയ്തു? അൽ ഖുർആനിലേക്ക് എന്ത് ചെയ്തു? ഇലാഫത്ത് ചെയ്തു. ഇലാഫത്ത് ചെയ്തപ്പോ ഏത് പോയി? നൂന് പോയി. അതാ മുദരിസു അൽ ഖുർആനിൽ കരീം, അവിടൊക്കെ നൂനിട്ട് കൊടുത്തലേ. ഖുർആനിന്റെ അധ്യാപകർ ഫീ ഇജ്തിമാഇൻ, മീറ്റിംഗിലാണ്, മഅൽ മുദീരി, മുദീറിന്റെ കൂടെ. അതുകൊണ്ട് ഫയുംകിനുക്കും, നിങ്ങൾക്ക് പറ്റും, അംകന യുംകിനു, നിങ്ങൾക്ക് പറ്റും, അൽ ഇൻസിറാഫു, പോകാൻ പറ്റും. ഇതിന്റെ ശേഷം ബഅദൽ ഹിസ്സത്തി താലിതത്തി, എത്രാമത്തിന്റെ ശേഷം? മൂന്നാമത്തെ പീരീഡിന് ശേഷം. ഇപ്പൊ കണ്ടങ്ങള് യുംകിനുക്കും അൽ ഇൻസിറാഫു എന്ന് പറഞ്ഞതിന്റെ തർക്കീബ് എന്താ? യുംകിനുക്കും, നിങ്ങൾക്ക് പറ്റും, അൽ ഇൻസിറാഫു, പോകല്. യുംകിനു ഏത് ഫീല? അംകന യുംകിനു ഫീല് മുലാരി അല്ല മുലാരി സോറി. യുംകിനു എന്ന ഫീല് മുലാരി. ക്കും മഫ്ഊൽ മുഖദ്ദം. മഫ്ഊൽ മുഖദ്ദം. അൽ ഇൻസിറാഫു ഫായില് മുഅഖർ. അവിടെ നിങ്ങൾക്ക് ഒരു അന്നു ഫീലിംഗ് ഉണ്ടെന്ന് അങ്ങനെ ഉണ്ടാകും. ഇൻസിറാഫു എന്നുള്ളതിന്റെ സ്ഥാനത്ത് ഒരു മസ്ദർ മുഅവ്വലിനെ കൊണ്ടുവന്നാൽ എങ്ങനെ പറയാ? ഫയുംകിനുക്കും ഇൻസറഫ യൻസരിഫു തൻസരിഫു. അപ്പൊ എങ്ങനെ പറ്റുക? എങ്ങനെ അവിടെ ഒരു അന്നു ഫീലും കൊണ്ടുവരാണെങ്കിൽ എങ്ങനെ പറയാ? ഫയുംകിനുക്കും അൻ തൻസറഫ ഇൻസറഫ യൻസരിഫു തൻസരിഫു തൻസരിഫു തൻസരിഫാനി തൻസരിഫൂന. ഒരാളുള്ളോ? അല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നല്ലേ? യെസ്. അപ്പൊ എങ്ങനെ പറയണം? ഫയുംകിനുക്കും അന്നും ഫീലും കൊണ്ട് തൻസറഫു. തൻസരിയാണ്. തൻസരിഫു. എങ്ങനെ പറയണ്ടേ? തൻസരി എല്ലാരും ഉണ്ട്, ബഹുവചനാണ്. അപ്പൊ എങ്ങനെ പറയാ? എങ്ങനെ ഉണ്ടാകും അവിടെ? നസ്ബിനും വേണ്ടി ഏത് പോയതാണ്? നൂനെ കളയും. അപ്പൊ എങ്ങനെ പറയാ? തൻസരിഫൂനാന്നുണ്ടാവൂല. നൂന് അഫ്ആലുൽ ഖംസല്ലേ? നൂന് അന്നിന് വേണ്ടി നൂന് അന്ന് വന്ന നൂന് പോണം. അപ്പൊ എങ്ങനെ പറയും? ഫയുംകിനുക്കും അൻ തൻസരിഫൂ, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ പറ്റും, ബഅദൽ ഹിസ്സത്തി താലിസത്തി. എത്രാമത്തെ? മൂന്നാമത്തെ പീരീഡിന് ശേഷം. എന്താ താലിസത്തിന്റെ തർക്കീബ്? എന്താ? ശരിയാണ്. ഓക്കെ, നടക്കട്ടെ. അസ്സലാമു അലൈക്കും. എവിടെ